സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. 8 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അപർണ കേസ് ചേരുന്നു. അപർണ, ഇപ്പോൾ കാലവർഷം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. പലയിടങ്ങളിലും ഇടവിട്ട കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, സംസ്ഥാനത്ത് കാലവർഷം കനക്കുകയാണ്. ഇന്ന് 8 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിലക്ക് ഉണ്ടായിരുന്നു, അത് തുടരുകയാണ്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയും ഇത്തരത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള നടപടികൾ എടുക്കണം. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകളെല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന തരത്തിലുള്ള അറിയിപ്പുകളെല്ലാം തന്നെ നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. അതായത് ഈ കുട്ടനാട് മേഖലകളിലെല്ലാം താമസിക്കുന്നവർ, പ്രത്യേകമായി ഇത്തരത്തിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അപായ സൂചനകളോ അല്ലെങ്കിൽ വെള്ളം ഉയരുന്ന സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളെല്ലാം തന്നെ നൽകുന്നുണ്ട്. കൃത്യമായി സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ കാലാവസ്ഥ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണം. കൂടാതെ തന്നെ അപകട സാധ്യതയുള്ള പുഴയോര മേഖലകൾ, കൂടാതെ തന്നെ ഒഴുക്കുള്ള ജല സാധ്യതകൾ, അതായത് ഒഴുക്കുള്ള നദീക്കരയിലുള്ളവർ എല്ലാം തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കണം. ഒഴുക്ക് കൂടിയ സാഹചര്യത്തിൽ ജലത്തിൽ, അതായത് പുഴയിൽ ഇറങ്ങുവാനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത്. കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണമെന്ന നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. കൂടാതെ തന്നെ നാളെ 11 ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലവർഷം കേരള തീരത്ത് 3 ദിവസം വൈകിയാണ് എത്തിയത്. എന്നാൽ തന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്നുണ്ട്. കനത്ത ജാഗ്രത നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. കൂടാതെ ഇടിയോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പറയുന്നത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ദീപ്തി, ശരി, എന്തായാലും അങ്ങനെ കാലവർഷം സംസ്ഥാനത്ത് കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 8 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 10 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു 10-ാം തീയതി വരെ ഈ ഒരു കനത്ത മഴ തുടരുമെന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്തുള്ള അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ CPM-ന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന കമ്മിറ്റി